ഏറ്റവും മഹത്തരമായ കേരളത്തിൻ്റെ തന്നെ എടുത്തു പറയാവുന്ന ഓണാഘോഷം പോലെയോ ക്രിസ്മസും റംസാനും ഒക്കെ പോലെ തന്നെ ഒരു പ്രാദേശിക ഉത്സവമല്ല, സംസ്ഥാനത്തിൻ്റെ അല്ല, ഒരു ദേശീയ ഉത്സവം തന്നെയാണ്. എല്ലാം അതിൻ്റെ വർണ്ണപ്പകിട്ട് കൊണ്ട് മാത്രം പറയുന്നതല്ല, ഒരു സാംസ്കാരിക പുനഃപ്രഖ്യാപനമാണ് ഓരോ വർഷവും തൃശ്ശൂർ പൂരത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഉണ്ടായ അഹിതങ്ങളോ അനിഷ്ടങ്ങളോ ഉത്തരവാദിത്വത്തിൽ ഉണ്ടായ ചില ചോർച്ചകളോ ഒക്കെ ഒരുപക്ഷെ പുതിയ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ എല്ലാവരും ജാഗരൂകരായി ഒത്തുപിടിച്ച് ലോകത്തിന് അഭിമാനിക്കാവുന്ന തരത്തിലൊരു പൂരം നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. കഴിഞ്ഞ വർഷത്തെ സംഭവങ്ങളുടെ നിശ്ചയമായ കണക്കെടുപ്പ് നടത്തി എവിടെയൊക്കെ പാളിച്ച എന്ന് പറയുന്ന ഒരു പഠനം വളരെ ഗഹനമായി കളക്ടർ എന്ന നിലയ്ക്കല്ല, ഒരു ഉത്തരവാദിത്വമുള്ള ഈ ജില്ലയുടെ ആദ്യത്തെ പൗരൻ എന്ന നിലയ്ക്ക് അദ്ദേഹം കൃത്യമായി കണക്കെടുപ്പ് നടത്തി പാളിച്ചകൾ ഉണ്ടാവാതെ എല്ലാ വകുപ്പുകൾക്കും ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് ഒരു ചിന്ന പയ്യൻ ரொம்ப நல்லா பண்ணியிருக்காൻ, അതാണ് പേരെടുത്ത് പറയേണ്ട. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാക്കി എല്ലാവരും കഴിഞ്ഞ വർഷത്തെ ഒരു വലിയ ചതിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ ആർജവത്തോടെ ഇത്തവണത്തെ പൂരം ഇത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പൂരമായിരിക്കുമെന്ന് പോലീസ് സേന ഒറ്റക്കെട്ടായി തീരുമാനിച്ചു.